ഇനി അവിടത്തേക്ക് എന്താഗ്രഹമാണ് ശേഷിക്കുന്നത്? പറഞ്ഞാലും, സംശയിക്കാതെ പറഞ്ഞാലും. നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇതാണ് ദേവി പാർവതി. അവിടുന്ന് സ്വയം ജഗത് മാതാവാണ്. അവിടുന്ന് ഒരു മാതാവിന്റെ സ്നേഹത്തെ വ്യാപാരത്തിന്റെ അവസ്ഥയിൽ കാണുന്നു. ഒരു മാതാവിന്റെ സ്നേഹത്തിന് വിലയിടാൻ ശ്രമിക്കുന്നു. ദേവി പാർവതി, നമ്മുടെയും നമ്മുടെ പുത്രൻ ശിവയുടെയും ബന്ധം അമൂല്യമാണ്, വേർപെടുത്താനാവാത്തതാണ്. ഇനിയും നമ്മെ വേർപെടുത്താമെന്ന് അവിടുന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട ദേവി പാർവതി. സ്വപ്നം കാണുന്നത് അവിടുന്നാണ് ദേവി അനസൂയ. കാരണം യാഥാർത്ഥ്യം ഇതാണ്: അവിടത്തേക്ക് എപ്പോഴും ത്രിദേവന്മാരെ സ്വന്തം ബന്ധനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ മഹാദേവനെ ഒരിക്കലുമില്ല. ബന്ധനത്തിൽ നിൽക്കുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമേ അല്ല. ആ സമയം ഉറപ്പായും എത്തും. ത്രിദേവന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ വരും, അവരുടെ പത്നിമാരുടെ അടുക്കലേക്ക്. അവിടുത്തെ ഈ അഹങ്കാരം കാണുമ്പോൾ ഇന്ന് നാം മഹാസതി അനസൂയ ഒരു തീരുമാനമെടുക്കുന്നു. നമ്മുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ആർക്കും നമ്മിൽ നിന്നും അവരെ അകറ്റാനാവില്ല. അവിടുന്ന് ഈ മഹാസതിയുടെ ശക്തിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒരു മാതാവിന്റെ സ്നേഹത്തിൽ നിന്നും അവളുടെ പുത്രന്മാരെ വേർപെടുത്താൻ സാധിക്കുന്നതല്ല. നാം ഇന്ന് വ്യക്തമാക്കുകയാണ് ദേവി പാർവതി, നാം നമ്മുടെ ശിവയെ ഏതൊരവസ്ഥയാലും ഏതൊരു കാരണത്താലും നമ്മിൽ നിന്ന് അകലാൻ അനുവദിക്കുന്നതല്ല. ശിവനെ സ്വന്തമാക്കുന്നതിന് ഒരു വ്യക്തിക്ക് സ്വയം ത്യജിക്കേണ്ടി വരും. അദ്ദേഹത്തെ സ്വന്തമാക്കിയെന്ന നമ്മുടെ അഹംഭാവം നമ്മെ അദ്ദേഹത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു. ഇന്ന് അതേ അഹംഭാവം നമുക്ക് അവിടുന്നിൽ കാണാനാകുന്നു ദേവി അനസൂയ. അവിടുത്തെ ഇതേ അഹംഭാവം മഹാദേവനിൽ നിന്നും അവിടുത്തെ അകറ്റുന്നതാണ്. അമ്മേ, നാം അമ്മയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
ശിവ, നീ ഇന്ന് നമ്മുടെ ആജ്ഞ അനുസരിച്ചതിലൂടെ നമുക്കൊരു വലിയ സഹായമാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാതാവ് തന്റെ പുത്രന് നന്ദിയുടെ ശരശയല്ല, ആശീർവാദത്തിന്റെ കവചമാണ് നൽകേണ്ടത്. ഒരു മാതാവ് തന്റെ പുത്രന് നന്ദിയുടെ ശരശയ്യല്ല, ആശീർവാദത്തിന്റെ കവചമാണ് നൽകേണ്ടത്. മാതാവേ, അതെ പുത്ര, നമ്മുടെ ആശീർവാദം, നമ്മുടെ കൃതജ്ഞത എല്ലാം നിനക്ക് തന്നെയാണുള്ളത്. നീ ഇന്ന് സർവപ്രപഞ്ചത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് നിന്റെയും നമ്മുടെ ഈ ബന്ധം തകർക്കാനാവാത്തതാണെന്ന്. അവിടുത്തേക്ക് എപ്പോഴും ത്രിദേവന്മാരെ സ്വന്തം ബന്ധനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ മഹാദേവനെ ഒരിക്കലുമില്ല. നാം ഇതെങ്ങനെയാണ് മനസ്സിലാക്കി തരിക പുത്ര? ഒരു മാതാവിൽ നിന്നും അവളുടെ പുത്രനെ വേർപെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന്. അവിടുന്ന് എന്തിനാണ് ആശങ്കപ്പെടുന്നത് അമ്മേ? പുത്ര ശിവ, നമുക്കറിയാം നാം ഇന്ന് ദേവി പാർവതിക്ക് നൽകിയ വെല്ലുവിളി അത് നല്ലൊരു തീരുമാനമായിരുന്നില്ല. ഒരു മാതാവിൽ നിന്നും അവളുടെ പുത്രനെ തട്ടിയെടുക്കാനുള്ള അധികാരം ആർക്കും ഉണ്ടാവില്ല, ആർക്കും തന്നെ ഉണ്ടാവില്ല, ആ ആദിശക്തിക്ക് പോലും ഉണ്ടാവില്ല. അമ്മേ, ശിവ, നാം ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആർക്കും തന്നെ നിന്നെ നമ്മിൽ നിന്നും തട്ടിയെടുക്കാനാവില്ല. നാം നിന്നെ എവിടേക്കും പോകാൻ അനുവദിക്കില്ല. നിനക്ക് പോകണമെന്ന് തോന്നുന്നത് വരെയും ആർക്കും നമ്മിൽ നിന്നും നിന്നെ അകറ്റാൻ സാധിക്കില്ല. അവിടുത്തെ തീരുമാനങ്ങളെ ആദരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണമ്മേ. നാം വാക്ക് തരികയാണ്. അവിടുത്തെ അനുവാദമില്ലാതെ ഞാൻ എവിടേക്കും പോകില്ല അമ്മേ. ശിവ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചുവോ അതിനുശേഷം നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടായിട്ടില്ലല്ലോ? നമുക്ക് കേവലം ഇത്ര മാത്രമേ തോന്നിയിട്ടുള്ളൂ അമ്മേ. ആ ദേവി അത്യധികം വേദന അനുഭവിക്കുകയാണെന്ന്. ആരെയോ നഷ്ടപ്പെട്ടതിന്റെ വേദന ദേവിയെ കാഠിന്യമുള്ളവളാക്കി മാറ്റി. ദേവിയുടെ മനസ്സിന് ശാന്തിയും സ്നേഹവും ആവശ്യമായിട്ടുണ്ടമ്മേ. നിന്റെ മനസ്സ് നമുക്കറിയാം ശിവ. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരു സ്വപ്നമാണോ? എങ്കിൽ ഈ സ്വപ്നത്തിൽ നിന്നും ഒരിക്കലും പുറത്തു വരാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഏത് പ്രേമത്തെയും ശാന്തിയെയുമാണോ നാം നഷ്ടമാക്കിയത്?
അവയൊക്കെ ഇന്ന് നമുക്ക് തിരികെ കിട്ടിയതുപോലെ അനുഭവപ്പെടുകയാണ്. ഗിരിജ, നമ്മെ നഷ്ടമായിട്ടും കൂടി ഇന്ന് നീ സന്തോഷവതിയാണ് പാർവതി. അതെ മഹാദേവ, അങ്ങയുടെ രഹസ്യങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ആർക്കാണ് അറിയാൻ സാധിക്കുക? ഇതെല്ലാം അങ്ങയുടെ ലീലകൾ തന്നെയല്ലേ? കാളിയും കാളിയുടെ ഏറ്റവും പരമമായ വികാരങ്ങളുടെ ലീലയും. ആ രൂപം നമ്മുടെ ക്രോധത്തെയും അഹങ്കാരത്തെയും ശമിപ്പിച്ചിരിക്കുകയാണ് മഹാദേവ. നമുക്കിതും അറിയാം, അങ്ങയെ ബാലരൂപത്തിൽ നിന്നും തിരികെ ലഭിക്കുക അത്ര നിസ്സാരമല്ല എന്ന്. പക്ഷെ അത് അസാധ്യവുമല്ല മഹാദേവ. ഇന്ന് നാം പുതിയൊരു പാർവതിയാണ് കാണുന്നത്. അവിടെ നിന്ന് പുതിയൊരു പാത നിർമ്മിച്ചിരിക്കുകയാണ്. ആ പാത ഇത്രയും നിസ്സാരമായിരിക്കുമെന്ന് നാം ഭാവനയിൽ പോലും വിചാരിച്ചിരുന്നതല്ല. നിനക്കറിയാമോ പാർവതി, ശക്തിയില്ലെങ്കിൽ നിന്റെ ഈ ശിവൻ ശവതുല്യനാണ്. നമ്മുടെ പ്രേമം പ്രാപ്തമാക്കുന്നതിനും നമ്മുടെ സകല രൂപങ്ങളും സ്വീകരിക്കുന്നതിനുമുള്ള അവിടുത്തെ ശ്രമങ്ങൾ നമ്മെ ഈ പ്രപഞ്ചവുമായും ഈ കൈലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മഹാദേവ, നാം അങ്ങേ മുക്തനാകാൻ അനുവദിക്കില്ല മഹാദേവ. ഈ പ്രപഞ്ചവുമായുള്ള ബന്ധത്തിൽ അങ്ങ് ബന്ധിതനായേ മതിയാകൂ. കാരണം അങ്ങയുടെ ഈ ഗിരിജയുടെ ആഗ്രഹം ഇതുവരെ പൂർണ്ണമായിട്ടില്ല. ഈ വേർപാട്, ഈ വിരഹം, ഈ വേദന നമ്മുടെ പ്രേമത്തിന്റെ ഭാഗമാണ്. അങ്ങയുടെ പക്കലേക്ക് എത്താനുള്ള നമ്മുടെ പാത. ഈ പാതയിലൂടെ നാം അങ്ങയെ തിരികെ പ്രാപ്തമാക്കുന്നതാണ്. അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ അങ്ങ് അസുരരാജനന്തകന്റെ പ്രാണൻ രക്ഷിച്ചാലും ഇവന്റെ ശരീരത്തിൽ നിന്നും കാളിയുടെ വാളിന്റെ പ്രഭാവം മാറ്റേണ്ടതാണ്.
സ്വപ്നം കാണുന്നത് അവിടുന്നാണ് ദേവി അനസൂയ. അവിടുത്തേക്ക് എപ്പോഴും ത്രിദേവന്മാരെ സ്വന്തം ബന്ധനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ മഹാദേവനെ ഒരിക്കലുമില്ല. ആ സമയം ഉറപ്പായും എത്തും. ത്രിദേവന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ വരും, അവരുടെ പത്നിമാരുടെ അടുക്കലേക്ക്. ദേവി, ഇല്ല ഋഷിവര്യ, അങ്ങ് നമ്മെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത്. നാം നിസ്സഹായയും ദുർബലയും ശക്തിഹീനയുമായവളല്ല. ദേവി ആദിശക്തിയാണെങ്കിൽ നാം മഹാസതി അനസൂയയാണ്, ത്രിദേവന്മാരുടെ മാതാവ്. ഇന്ന് ദേവി പാർവതി നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. നമ്മുടെ ആഗ്രഹപ്രകാരമല്ലാതെ ദേവി നമ്മുടെ ശിവയെ, നമ്മുടെ പുത്രനെ തിരികെ കൊണ്ടുപോകുമെന്ന്. അതൊരിക്കലും സംഭവ്യമല്ല, ഒരിക്കലുമല്ല. പക്ഷേ ദേവി, പാർവതിയുടെ ആഗ്രഹം അനുചിതമല്ലല്ലോ ദേവി. ശിവയുടെ മേൽ അവർക്കും അധികാരമുണ്ട്. പുത്രന്റെ മേൽ മാതാവിന് മാത്രമാണ് അധികാരമുള്ളത് ഋഷിവര്യ. ഒരു സമയത്തിന് ശേഷം പുത്രന് മേൽ മാതാവിന് മാത്രമല്ല അധികാരമുള്ളത് ദേവി. അവിടുന്ന് ഇങ്ങനെ ഇപ്രകാരം ശിവന്റെയും ശക്തിയുടെയും മധ്യത്തിൽ തടസ്സമാകുന്നത് എത്രത്തോളം ഉചിതമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്തുചിതം അനുചിതം എന്നതല്ല വിഷയം. വിഷയം വ്യക്തിത്വത്തിൻ്റെതാണ്. നമ്മുടെ പുത്രൻ നമ്മുടെ ജീവിതമാണ്. ആർക്കും സ്വന്തം ജീവിതം സ്വയം ത്യജിക്കാനാവില്ല. നമ്മുടെ ശിവൻ നമ്മെ സ്വയം പരിത്യാഗം ചെയ്യുകയാണെങ്കിൽ നാം അവനെ തടയുകയില്ല. പക്ഷേ നമ്മെ അറിയിക്കാതെ നീ കൈലാസത്തിനുമേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. എന്തിന്? നമ്മുടെ തപസ് നീ മുതലെടുത്തിരിക്കുകയാണ്. അതും കൈലാസം ആക്രമിക്കുന്നതിനു വേണ്ടി. നീ ശിവദ്രോഹിയാണ് അന്ധക, ശിവദ്രോഹി. നീ ശിവന്റെ വരദാനത്തെ അപമാനിച്ചിരിക്കുകയാണ് അന്ധക. ആ വരദാനമുള്ളതുകൊണ്ടാണ് ഇന്ന് അസുരന്മാർക്ക് അസ്തിത്വമുള്ളതും ശക്തിശാലികളായതും. മാതാവ് പാർവതിയെ കാളിരൂപം പ്രാപിക്കാൻ പ്രകോപിപ്പിച്ച നിന്റെ അപരാധത്തിന് ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ, നിദ്രാമൃത്യു. ഓ, 1,00,000 ഗ്രാമങ്ങളുടെ മധ്യത്തിൽ നീ ത്രിശങ്കുവിലേതുപോലെ ചുറ്റിക്കറങ്ങുക. ജീവിച്ചിരുന്നിട്ടും മരിച്ചതിന് തുല്യമായിരിക്കും നിന്റെ അവസ്ഥ. നീ ഇതിന് അർഹനാണ് അന്ധക. അങ്ങനെ പറയരുത് ഗുരുദേവ. നീയും ഈ വിഷവൃക്ഷത്തിന്റെ തണല് പറ്റുന്നുണ്ടല്ലേ? ക്ഷമിച്ചാലും മഹാശക്തിശാലി അസുരരാജൻ അന്തകനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മൃതസഞ്ജീവനിയുടെയും ആവശ്യമില്ല. നമ്മുടെ ജീവൻ നമ്മുടെ കൈകളിലാണ്. നാം നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഇവിടേക്ക് വിളിപ്പിച്ചതിന് കാരണം കൈലാസത്തിന്റെ അതിർത്തി ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. നാം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. നാം ശിവന്റെ ധർമ്മപത്നി ഇനി ഈ കൈലാസത്തിലേക്ക് മടങ്ങി വരുന്നത് നമ്മുടെ മഹാദേവനെ അദ്ദേഹത്തിന്റെ ബാലരൂപത്തിൽ നിന്നും മുക്തനാക്കിയതിനു ശേഷം മാത്രമായിരിക്കും.